നമസ്കാരം. പശ്ചിമബംഗാൾ, അസം, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അസംബ്ലി, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി നേരിട്ട തിരിച്ചടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെയും ദീപാവലി തലേന്നുമായി ഇന്ധനവിലയുടെ എക്സൈസ് നികുതി എടുത്തു കളയാനുള്ള തീരുമാനം. ബോളിവുഡ് കേന്ദ്രീകരിച്ച് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് സമീർ വാങ്കഡയെ എടുത്തു മാറ്റാനുള്ള തീരുമാനം. ദേശീയതലത്തിൽ വിശേഷങ്ങളും വാർത്തകളും ഏറെയാണ്. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. ഒക്ടോബർ അവസാനം നടന്ന അസംബ്ലി, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അസം ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊഴികെ ബി.ജെ.പിക്ക് തിരിച്ചടി നേരിട്ടു. ബംഗാളിലെ പോളിംഗ് ഫലം പ്രവചനങ്ങൾ തെറ്റിക്കാതിരുന്നപ്പോൾ ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ജയം ആരും പ്രതീക്ഷിച്ചില്ല. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി കരുത്ത് കാട്ടിയതാകട്ടെ തെലങ്കാനയിലും. പശ്ചിമ ബംഗാളിൽ പരാജയം ബി.ജെ.പി ഉറപ്പിച്ചിരുന്നെങ്കിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് പാർട്ടി പ്രതീക്ഷിച്ചത്. എന്നാൽ മധ്യപ്രദേശിലും അസമിലും ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലും ബി.ജെ.പി തകർന്നടിയുകയായിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ള ശിവസേനയുടെ ശക്തിപ്രകടനത്തിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തൃണമൂൽ കോൺഗ്രസ് ജയിച്ചത്. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിലാകെ തൃണമൂൽ കോൺഗ്രസ് 75.02% വോട്ട് നേടിയപ്പോൾ ബി.ജെ.പിക്ക് ആകെ നേടാനായത് 14.48% വോട്ടുകൾ മാത്രമാണ്. ബി.ജെ.പി സിറ്റിംഗ് സീറ്റായ ദിൻഹാത്തയിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവും എം.എൽ.എയുമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി നിർത്തിയത്. തൃണമൂലാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അതേ സ്ഥാനാർത്ഥിയെ നിർത്തി. ഫലം വന്നപ്പോൾ തൃണമൂലിന്റെ ഉദയൻ ഗുഹ ബി.ജെ.പിയുടെ അശോക് മണ്ഡലിനെ 1,64,089 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. സിറ്റിംഗ് മണ്ഡലമായ ഗോസാബയിൽ ബി.ജെ.പിയെ തൃണമൂൽ തറപറ്റിച്ചത് 1,43,051 വോട്ടുകൾക്കും. खरदाहेलेम शांतिपुरिलेम तृणमूलिന്റെ ഭൂരിപക്ഷം ചെറുതല്ലായിരുന്നു. हर बार यहाँ बाई इलेक्शन ऐसे ही होता है, पुलिस वोट कराती है, जहाँ हमारे कैंडिडेट को अपना वोटिंग करने नहीं दिया जाता है, वहाँ पर ऐसा ही रिजल्ट होता है, क्योंकि सामान्य जनों का जो इच्छा वो प्रतिफलित नहीं होती है, एक तरफा होता है वोटिंग में। इसके पहले भी जहाँ हम लोग बाई इलेक्शन हार गए थे, जनरल इलेक्शन में सब सीट जीते थे, तो बाई इलेक्शन यहाँ जबरदस्ती कराया जाता है और वही हुआ है। नहीं तो सबसे बड़ा नेता जो है उनका जितना लीड आया है और जिन नेताओं को जानता नहीं उनसे डबल लीड से वो जीते हैं. അസമിൽ തെരഞ്ഞെടുപ്പ് നടന്ന 5 അസംബ്ലി മണ്ഡലങ്ങളിലും ജയിച്ചത് ബി.ജെ.പിയും എൻ.ഡി.എ സഖ്യകക്ഷികളുമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഘടകം, 2 ഇടത്ത് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിച്ചത് മുൻ കോൺഗ്രസ് എം.എൽ.എമാരാണ്. തൗറയിൽ ജയിച്ച സുശാന്ത് ബർഗോയിനും മാരിയാനിയിൽ ജയിച്ച രൂപ്ജ്യോതി കുറുമിയും ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് എം.എൽ.എമാരായവരാണ്. മറ്റൊരിടത്ത് യു.പി.എ സഖ്യകക്ഷിയായ യു.ഡി.പിയിൽ നിന്ന് ബി.ജെ.പിയിൽ ചേർന്ന സ്ഥാനാർത്ഥിക്കാണ് ജയം. അസമിലെ മറ്റ് 2 മണ്ഡലങ്ങളിൽ ജയിച്ചത് എൻ.ഡി.എ സഖ്യകക്ഷിയായ യു.പി.പി.എല്ലിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. മേഘാലയയിലെയും 3ഉം മിസോറാമിലെയും നാഗാലാൻഡിലെയും ഓരോ സീറ്റുകളിലും വിജയിച്ചത് എൻ.ഡി.എ സഖ്യകക്ഷികളാണ്. എന്നാൽ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും ബി.ജെ.പിക്ക് ഒരിടത്ത് പോലും ജയിക്കാനായില്ല. ഹിമാചലിൽ 3 അസംബ്ലി മണ്ഡലങ്ങളിലും 1 ലോക്സഭാ സീറ്റിലും ജയിച്ചത് കോൺഗ്രസ് ആണ്. जो जनता का फैसला है उस पर भारतीय जनता पार्टी हिमाचल प्रदेश संगठन बैठक बुलाकर समय पर मंथन भी करेगा और कारण भी देखेगा कि इन कारणों के कारण हिमाचल प्रदेश में ये नतीजे आए हैं और निश्चित तौर पर उन नतीजों से बहुत कुछ सीखकर जो सुधार करने की आवश्यकता होगी उस दिशा में कदम उठाए जाएंगे ताकि 2022 में एक बार फिर हिमाचल प्रदेश में कमल खिले. ഹരിയാനയിലാകട്ടെ വോട്ടെടുപ്പ് നടന്ന ഏക മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ വിജയം നേടി. രാജസ്ഥാനിൽ മത്സരം നടന്ന 2 അസംബ്ലി സീറ്റുകളിലും ജയം കോൺഗ്രസിനായിരുന്നു. മധ്യപ്രദേശിൽ മാത്രമാണ് പിന്നീട് ബി.ജെ.പിക്ക് നേരിയ ആശ്വാസം ലഭിക്കുന്നത്. 3-ൽ 2 ഇടത്ത് ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിച്ചു. കോൺഗ്രസ് 1 സീറ്റും നേടി. ലോക്സഭാ സീറ്റ് ബി.ജെ.പി നിലനിർത്തുകയും ചെയ്തു. കർണാടകയിൽ ബി.ജെ.പിയുടെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു. മത്സരം നടന്ന മറ്റൊരു സീറ്റ് ബി.ജെ.പി നിലനിർത്തിയെങ്കിലും യെഡിയൂരപ്പയെ പുറത്താക്കിയ ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 2 ഇടത്തും വിജയിക്കാതിരുന്നത് ബസവരാജ ബൊമ്മയ്ക്ക് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കിയിട്ടുണ്ട്. Sir, we have won the election very big margin.
In Sindhigi, more than about 30,000 difference. Whereas in Hangal, we lost the election by 7,500 votes. We never expected so much of differences at all. We were expected we are going to win that seat also. What is the reason? We will think and we will discuss in the party meeting. Anyhow, Sindhigi, we never expected so much of margin. So really we are happy about the Sindhigi election and we will discuss about Angal. തെലങ്കാനയിൽ TRSൽ നിന്ന് BJPയിലെത്തിയ ഈട്ടല രാജേന്ദ്ര വിജയിച്ചപ്പോൾ ദൃശ്യമായത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് BJP കരുത്താർജിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ TRSനെ മലർത്തിയടിക്കാൻ BJP ശക്തമായ കരുക്കളാണ് നീക്കുന്നത്. BJP അപ്രതീക്ഷിത തോൽവി നേരിട്ട മറ്റ് രണ്ട് മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലെ ദൽഗൂരും ദാദ്ര നാഗർ ഹവേലിയിലെ ലോക്സഭാ സീറ്റും. ദൽഗൂരിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ദാദ്ര നാഗർ ഹവേലിയിൽ ജയിച്ചത് മുൻ MP മോഹൻഭായ് ദേൽക്കറുടെ ഭാര്യ കാലാബൻ ദേൽക്കർ ആണ്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിന്റെ നടപടികൾ കാരണം പ്രതിസന്ധികൾ നേരിട്ട സ്വതന്ത്ര MP ആയിരുന്നു ദേൽക്കർ. ഈ വർഷം ആദ്യം ശിവസേനയിൽ അഭയം തേടിയ അദ്ദേഹം പിന്നീട് സമ്മർദ്ദങ്ങൾ ശക്തമായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. प्रदेश के लोगों को मैंने बोला कि आश्वासन मैंने दिया है कि मुझे MP बनाया है. महिला के नाते आज हमारी बहनों ने और प्रदेश के पूरे लोगों ने वोट दिया है. प्रदेश के लोगों को मैं आश्वासन देना चाहूँगी कि जो प्रदेश में जो काम है, जो अस्तित्व की बात है, प्रदेश के अस्तित्व की बात है, हक की बात है, हम आगे जाके ये प्रदेश के लिए लड़ाई करेंगे. हक अधिकार लेके रहेंगे, अस्तित्व जो हमारा प्रदेश का है वो लेके रहेंगे. और हमारे मोहन भाई के लिए खास करके स्पेशली न्याय की जो लड़ाई है, उनके साथ जो अन्याय हुआ है वो भी हमारी लड़ाई हमको लड़नी है. उसमें भी हम आगे जाके सब मिलजुल के लड़ेंगे. और सभी को धन्यवाद, हमारे प्रदेश के लोगों को धन्यवाद, तहे दिल से धन्यवाद करूँगी. ഇന്ധനവില വർധനയും കോവിഡും കാരണം വലഞ്ഞ ജനങ്ങളുടെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിലാകെ പ്രതിഫലിച്ചതെന്ന വിലയിരുത്തലുകളാണ് എല്ലാ കോണുകളിലും ഉയരുന്നത്. BJPക്ക് ശക്തമായ എതിരാളികളുള്ള സ്ഥലങ്ങളിൽ പാർട്ടി പരാജയപ്പെട്ടത് അതിന്റെ തെളിവാണ്. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് BJP ജയിച്ചതെന്നും ശ്രദ്ധേയം. മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായ് കോൺഗ്രസ് നേതാവായ സഞ്ജയ് നിരുപമിനോട് നിരുപാധികം മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. 2G സ്പെക്ട്രം കേസിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിലും പാർലമെന്ററിയുടെ സംയുക്ത സമിതിക്ക് മുന്നിലും മൻമോഹൻ സിംഗിന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു എന്ന പരാമർശത്തിനെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് നടപടി. കേസ് മാപ്പ് പറച്ചിലിൽ അവസാനിച്ചെങ്കിലും പുതിയ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തിവിടുന്നത്. UPA ഭരണകാലത്ത് ഉയർന്നു കേട്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായിരുന്നു 2G സ്പെക്ട്രവും കൽക്കരിപ്പാട അനുമതിയും. അന്ന് C&AG ആയിരുന്ന വിനോദ് റായിയാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു 1.76 ലക്ഷം കോടിയുടെ 2G സ്പെക്ട്രം അനുമതി. ഈ കേസിലാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേര് JPCക്കും PSCക്കും മുന്നിൽ വെളിപ്പെടുത്തരുതെന്ന് സഞ്ജയ് നിരുപം അടക്കമുള്ള കോൺഗ്രസ് MPമാർ സമ്മർദ്ദം ചെലുത്തിയെന്ന് വിനോദ് റായ് വെളിപ്പെടുത്തിയത്. ഈ പരാമർശത്തിന് പ്രാധാന്യം ഏറെയുണ്ടായിരുന്നു. MPമാർ വന്ന് പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കരുതെന്നാവശ്യപ്പെടുമ്പോൾ അഴിമതി നടന്നുവെന്ന് അവർ പരോക്ഷമായി സമ്മതിക്കുന്നുവെന്ന വ്യാഖ്യാനം അവിടെ രൂപപ്പെടുകയാണ്. അതിനുമപ്പുറം പ്രധാനമന്ത്രിക്കും പങ്കുണ്ടെന്ന് പാർട്ടി അംഗങ്ങൾ സമ്മതിക്കുന്നതായ അർത്ഥവും വരും. പ്രധാന ആരോപിതരായ DMK മന്ത്രിമാരെ മാത്രം പ്രതി ചേർക്കുന്നതിലേക്കും അതിലൂടെ കോൺഗ്രസ് DMK സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താനും ഈ പരാമർശം മതിയാകുമായിരുന്നു. കേസന്വേഷണം CBI ഏറ്റെടുത്തു. 10 വർഷങ്ങൾക്കിപ്പുറം വിധി വന്നപ്പോൾ വിചാരണ കോടതി കുറ്റാരോപിതരായ A രാജയെയും കനിമൊഴിയെയും ദയാനിധിമാരനെയുമെല്ലാം വെറുതെ വിട്ടു. കേസ് നടക്കവെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലും പിന്നീട് സ്വന്തം പുസ്തകമായ നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് ദ ഡയറി ഓഫ് ദ നേഷൻസ് കോൺഷ്യൻസ് കീപ്പർ എന്ന പുസ്തകത്തിലുമായാണ് സഞ്ജയ് നിരുപം അടക്കമുള്ള കോൺഗ്രസ് MPമാർ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിനെതിരെയാണ് സഞ്ജയ് നിരുപം മാനനഷ്ട കേസ് നൽകിയത്. കേസിൽ വിധി വരും മുൻപ് തന്നെ വിനോദ് റായ് നിരുപാധികം മാപ്പ് പറഞ്ഞു. आज एक बहुत सुनहरा दिन है. हिंदुस्तान के भूतपूर्व CAG विनोद राय ने मुझसे अदालत में अनकंडीशनल माफी मांगी. हुआ ये कि 2015 में उन्होंने किताब लिखी रिटायरमेंट के बाद, और उस किताब के प्रचार के दरमियान उन्होंने ये आरोप लगाया था मुझ पर कि जब वो कोल ब्लॉक के लोकेशन की छानबीन कर रहे थे, ऑडिट कर रहे थे, तब मैं उनके पास जाकर के मैंने उनसे गुजारिश की थी कि इस पूरे रिपोर्ट में प्रधानमंत्री डॉक्टर मनमोहन सिंह जी का नाम मत आने दीजिएगा. ये सरासर झूठ था, गलत बात थी.
उन्होंने 2G स्पेक्ट्रम के लोकेशन और कोल ब्लॉक के लोकेशन के बारे में जो उन्होंने रिपोर्ट बनाई तो सारी रिपोर्ट बकवास थी। 2G रिपोर्ट के बारे में तो 7 वर्षों तक सुनवाई के बाद जज महोदय ने यह कहा कि सीबीआई ने कोई इस तथाकथित घोटाले का कोई सबूत ही नहीं दिया, मतलब रिपोर्ट ही फर्जी थी। जो कोल ब्लॉक एलोकेशन की रिपोर्ट वो फर्जी थी। उन फर्जी रिपोर्टों के लिए भी विनोद राय को माफी मांगनी चाहिए, मुझसे नहीं पूरे देश से माफी मांगनी चाहिए अपने इस पाप के लिए। അഴിമതി റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നപ്പോൾ അത്ര വലിയ സംഖ്യ മാധ്യമങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. ആരും CAGയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുമില്ല. എന്നാൽ കോടതി പ്രതികളെ വെറുതെ വിടുകയും CBI അന്വേഷണത്തിൽ അഴിമതി 30,000 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തതോടെ CAGയുടെ നിരീക്ഷണങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അഴിമതിയുടേത് കഥ സൃഷ്ടിച്ചതാണെന്ന് പറയാതെ പറയുകയും ചെയ്തു കോടതി. ഇപ്പോൾ വിനോദ് റായ് നടത്തിയ മാപ്പുപറച്ചിൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ആ വിവാദങ്ങൾ അടിസ്ഥാനമില്ലാത്തവയാണോ എന്ന സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. കൽക്കരിപ്പാട അഴിമതിയും കെട്ടിച്ചമച്ചതാണോ? വിനോദ് റായ് എന്തിന് അങ്ങനെയൊരു പരാമർശം നടത്തി? റിപ്പോർട്ടുകൾ കളവാണെങ്കിൽ ആർക്കു വേണ്ടി, ആര് പറഞ്ഞിട്ടാണ് അവ തയ്യാറാക്കിയത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വിനോദ് റായിക്ക് ബാധ്യതയില്ലെന്നും നമുക്ക് ചോദിക്കാം. 17 വർഷമായി കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന 56-കാരനെ കുറിച്ചറിയാം അടുത്തതായി. വീട്ടുകാരോട് പിണങ്ങിയിറങ്ങിയ ചന്ദ്രശേഖറിന് കാട്ടിൽ കൂട്ടായുള്ളത് ഒരു അംബാസഡർ കാറും റേഡിയോയും മാത്രം. ലാണ് ചന്ദ്രശേഖർ കാട് കയറുന്നത്. ദക്ഷിണ കന്നഡയിലെ അടുത്തലേക്കും നേക്കരയ്ക്കും ഇടയിലുള്ള കാട്ടിലാണ് താമസം. വനത്തിനുള്ളിലൂടെ ഏകദേശം 4 കിലോമീറ്ററോളം നടന്നാൽ മാത്രമേ ചന്ദ്രശേഖറിന്റെ ഷെഡിലെത്താൻ സാധിക്കൂ. അവിടെ എത്തിയാൽ കാണാം പഴകി നിറം മങ്ങിയ മുണ്ടും കീറിപ്പറിഞ്ഞ ഒരു ഷർട്ടും ധരിച്ച് കാലിൽ റബ്ബർ ചെരുപ്പുമിട്ട് മെലിഞ്ഞ ഒരാളെ. അതാണ് 56-കാരനായ ചന്ദ്രശേഖർ. നെക്രാൽ കെംരാജെ ഗ്രാമത്തിലായിരുന്നു ചന്ദ്രശേഖറിന്റെ വീട്. അവിടെ 1.5 ഏക്കറോളം സ്ഥലത്ത് അടയ്ക്ക കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. കൃഷി വിപുലപ്പെടുത്താൻ 40,000 രൂപ സമീപത്തെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. കൃഷി പരാജയപ്പെട്ടതോടെ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തു. ഇതോടെ അടുത്തലയിലെ സഹോദരിക്കൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ദിവസം സഹോദരിയോട് പിണങ്ങി അവിടെ നിന്നിറങ്ങിയ ചന്ദ്രശേഖർ തന്റെ അംബാസഡർ കാറുമായി വനം കയറി. കാറിനെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കാൻ ഷെഡൊരുക്കി. പിന്നെ അവിടെയായി താമസം. സമീപത്തെ നദിയിലാണ് കുളിയും നനയുമെല്ലാം. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വള്ളിച്ചെടികളും ഉണങ്ങിയ തണ്ടുകളും ഉപയോഗിച്ച് കൊട്ടയും വട്ടിയും ഒക്കെ നിർമ്മിച്ച് അടുത്തുള്ള ഗ്രാമത്തിൽ വിറ്റാണ് ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നത്. ഈ ജീവിതത്തോട് പരിഭവമോ പരാതിയോ ഇല്ലെങ്കിലും ഒരാഗ്രഹമുണ്ട് ചന്ദ്രശേഖറിന്. ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ടുപോയ ഭൂമി തിരികെ എടുക്കണമെന്നതാണ് ആ ആഗ്രഹം. അതിനാൽ ആധാരമടക്കമുള്ള പേപ്പറുകളെല്ലാം കാറിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖറിന്റെ കഥയറിഞ്ഞ അന്നത്തെ ജില്ലാ കളക്ടർ AB ഇബ്രാഹിം കാട്ടിലെത്തി ചന്ദ്രശേഖറിനെ കണ്ടു. ചന്ദ്രശേഖറിന് വീടും നിർമ്മിച്ചു നൽകി. പക്ഷേ വീട് റബ്ബർ കാടിനുള്ളിലാണെന്ന് പറഞ്ഞ് ആ സഹായം ചന്ദ്രശേഖർ നിഷേധിച്ചു. ಎಕರೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಏನು ಆರ್ಥಿಕ ಸೌಲಭ್ಯ ಇಲ್ಲ, ಆಧಾರ್ ಕಾರ್ಡ್ ಇಲ್ಲ, ಮತ್ತೆ ನಂತರ ಯಾವುದು ಸ್ಮಾರ್ಟ್ ಕಾರ್ಡ್ ಅಂತ ಹೇಳುವಂಥದ್ದು ಯಾವುದಿಲ್ಲ. ಸುಪ್ರೀಂ 11ರ ಕಾಯ್ದೆ ಹೇಗೆ ಅಂತ ಹೇಳಿದ್ರೆ ಏನಿಲ್ಲಾದ್ರೂ ಕೊಡಬೇಕು ಅವನಿಗೆ ಅಂತ, ಅವನ ಎನ್ಕ್ವೈರಿ ಮಾಡಿ ಅವ್ರು ಕೊಡಬೇಕು, ಏನಂತ ತಿಳ್ಕೊಳ್ಬೇಕು ಅಂತ ಹೇಳಿದ್ದಾರೆ. ಕೊಡಲಿಲ್ಲ. ചന്ദ്രശേഖർ കാട്ടിൽ ജീവിക്കുന്നതിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എതിർക്കുന്നില്ല. കാടിന് ദോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല എന്നതാണ് കാരണം. ഉണങ്ങി വീഴുന്ന കമ്പുകൾ കൊണ്ടാണ് ചന്ദ്രശേഖർ വട്ടിയും കുട്ടയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലും. ಜಾಗವನ್ನು ನಮ್ದನ್ನೇ ಅವರು ಸರಿಪಡಿಸಿಕೊಡ್ಲಿ, ನಂದಕ್ಕೆ ಮೌಲ್ಯ ಕೊಟ್ಟು ಖರೀದಿಸಿ ಮಾಡಿಸಲಿ ಅವರು, ಹಾಗೆ ಮುಗಿಯುವ ಅದು ಒಳ್ಳೆಯದು. ಯಾಕೆ ಸರ್ಕಾರಕ್ಕೆ ಮತ್ತೆ ಧೋರಣೆ ಆಗ್ತದೆ. ಅಧಿಕಾರಿಗಳು ಮಾಡಿ ಹಾಕಿ ಸರ್ಕಾರ ಅದನ್ನ ಎತ್ತಿಟ್ಕೊಂಡು ತಲೆ ಮೇಲೆ ಭಾರ ಕೂರಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ, ಅದಕ್ಕಿಂತ ಅಧಿಕಾರಿಗಳು ಅದನ್ನು ಪರಿಶೀಲನೆ ಮಾಡಿ ಎಲ್ಲಿ ತೊಡಕು ತಗೊಳ್ಳಿ, ದಾವೆಗೆ ಇನ್ನೊಂದು ಕೋರ್ಟಿಗೆ ಹಾಕಲಿ, ನಾನು ಅಲ್ಲಿಂದ ಮೌಲ್ಯ ಕೇಳ್ತೇನೆ, ಸಂದಾಯ ಕೊಡ್ತೇನೆ. സമയം കളയാൻ ആകാശവാണിയെയാണ് ചന്ദ്രശേഖർ ആശ്രയിക്കുന്നത്. കാട്ടിലെ യാത്രയ്ക്കായി ഒരു സൈക്കിളും കരുതിയിട്ടുണ്ട്. ആധാറും മറ്റു രേഖകളും ഇല്ലെങ്കിലും കോവിഡ് വാക്സിനേഷൻ ലഭിച്ചിട്ടുണ്ട്. ആനന്തോട് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്താണ് വാക്സിൻ നൽകിയത്. വരും വർഷങ്ങളിൽ ചന്ദ്രശേഖറിന്റെ ഒറ്റയ്ക്കുള്ള ജീവിതം പ്രയാസമേറിയതാകുമെങ്കിലും സ്വന്തം ഭൂമി ലഭിച്ചില്ലെങ്കിൽ കാട്ടിൽ തന്നെ തുടരാനാണ് ചന്ദ്രശേഖറിന്റെ തീരുമാനം.
മുഗൾ ചക്രവർത്തിമാരുടെയും മുസ്ലിം രാജാക്കന്മാരുടെയും ആക്രമണങ്ങളിൽ തകർന്ന ക്ഷേത്രങ്ങളെക്കുറിച്ചും ഹിന്ദു രാജാക്കന്മാരുടെ ആക്രമണങ്ങളിൽ തകർന്ന മസ്ജിദുകളെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടുമൊക്കെ ഉണ്ടാകും. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മുസ്ലിം മതസ്ഥൻ പണിത ഹിന്ദു ദേവാലയം അധികം ഉണ്ടാകില്ല. അത്തരം ഒരു അപൂർവ ക്ഷേത്രമാണ് കർണാടകയിലെ ശിവമോഗയിലെ ഭഗവതിയമ്മൻ ക്ഷേത്രം. യിൽ കാലാവസ്ഥ ഉച്ചകോടി സമാപിച്ചത്. ഉയരുന്ന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അത് നേരിടാനുള്ള നടപടികളുമെല്ലാം ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. പ്രഖ്യാപിച്ച നടപടികൾ പലതും പ്രാവർത്തികമാകുമ്പോഴേക്കും പല പ്രദേശങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നശിച്ചിട്ടുണ്ടാകും. അത്തരത്തിൽ നാശത്തിന് വക്കിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഉപ്പട. చాలా పేరు సోరుకుంటే తాకరెట్టి అమ్మేసుకోవడం పునాది వేసుకున్నారు. సాగు మీద కూడా పునాది వేసుకోలేదు. అది కూడా కట్టుకునే పరిస్థితి అయిపోయింది. వచ్చినప్పుడు అంత కరెక్ట్ అండి బాబు. ఆ మాత్రం గంగ వస్తే ఇంకా ఇక్కడ నిలబడమండి. ఓ కవర్ సెట్ ఎంత ఉందండి, అంత పైన అల్లం రైస్ ఇడతాయి, ఆ ఇరుగుతాయి వస్తాయి, ఇల్లు కొడతాయి, మేము ఎడకపోతూ ఉంటాయి. అలా కొట్టేటప్పుడు ఏమవుతుందంటే ఇల్లు అల్లరికి ఇల్లు ఆ బలం తాటుకోక పడిపోతుంటాయి. വരും വർഷങ്ങളിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്നാണ് റിപ്പോർട്ട്. വീടുകൾ ഗ്രാമവാസികളുടെ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ അറിയാമെങ്കിലും അധികൃതർ ഇവർക്ക് വേണ്ട സഹായമോ ദേശാടന കിളികൾക്ക് വേണ്ട സംരക്ഷണമോ ഒരുക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.